നാട്ടുകാരെ, നമ്മുടെ പടിഞ്ഞാറക്കണ്ടി ഏനപ്പാറ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ പിന്നെ ഇനി പറഞ്ഞിട്ട് ഞാൻ എഴുതി ഇത് നോക്കി വായിച്ചാ മതി. എന്തെന്നാ ഞാൻ എഴുതിയതാ. ഇതെന്തെന്നാ വായിച്ചോക്കൊന്ന്. ബഹുമാന്യ ഇതെന്തെന്നാ എനിക്കറിയുന്നില്ല. പിഞ്ഞാനക്കണ്ട, പിഞ്ഞാണം കട്ട, ഇതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അല്ല, ഇനി ബാക്കിയും കൂടി വായിച്ചേ. പിഞ്ഞാനക്കട്ട എലിപ്പറ്റ റോഡ്. ഇതെനിക്ക് അറിയില്ല, ഞാനിങ്ങനെ പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി പറഞ്ഞിട്ടല്ലേ ഞാൻ എഴുതിയതല്ലോ. ഈ എലിപ്പറ്റ റോഡ് എടിയാ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എലിപറ്റിനോ? നാട്ടുകാരെ, പടിഞ്ഞാറക്കണ്ടി ഏലപ്പാറ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ ഇനി പറഞ്ഞിട്ടല്ലേ ഞാൻ എഴുതിയ. അപ്പൊ ഇത് ഏനപ്പാറ എന്ന വയ്ക്കുക, ഇത് ഏനപ്പാറ എന്ന വയ്ക്കുക. ഇനി പറഞ്ഞ ഞാൻ എഴുതിയിനി. ഇത് അത് ശരി, ഞാൻ പറഞ്ഞു തന്ന ശരി. പക്ഷെ നിങ്ങൾ എഴുതിയത് നോക്ക്, എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇത് നോക്ക്. എന്നാ പിന്നെ ഇനിക്കാവുമ്പോൾ ഇനി പറഞ്ഞോളൂ. എന്നാ ഞാൻ ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ ദാസേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ സുഷമ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജോസേട്ടൻ, മറ്റ് വ്യക്തികളെ, നമ്മളിവിടെ ഇന്ന് കൂടിച്ചേർന്നത് നമ്മുടെ ഏലപ്പാറ റോഡിൻ്റെ ശോചനീയാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട അതിന് വേണ്ട പരിഹാര പരിപാടികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ആദ്യമായിട്ട് വേണ്ട നമുക്ക് അച്ചടക്കം. അത് ഓൻ എന്നെ കൊളിച്ച് പറഞ്ഞതാ. ഓൻ എന്നെ കൊളിച്ച് പറഞ്ഞതാ. ഇത് ഇവിടെ എന്താ അച്ചടത്തില്ലാണ്ട്? ഇവിടെ എന്താ അച്ചടത്തില്ലാണ്ട്? എന്താ അത് എന്നൊന്ന് തോണ്ടിയതാവേ. അത് തന്നെ. നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിൽക്ക്. ഇവിടെ പഞ്ചായത്ത് മെമ്പറിൽ ഇരിക്കുന്നു. ഇതെന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാനിവിടെ നിന്നോളൂ. ഞാനൊക്കെ തിന്നാ മതി. ഓളെ എന്നാ നന്നാക്കാൻ വരുന്നു. നമ്മുടെ ഈ റോഡിന്റെ ഇനി വരുന്ന മറ്റ് പരിപാടികളെ പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസഫിനെ. പ്രിയമുള്ള നാട്ടുകാരെ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കമ്മിറ്റി മെമ്പർ, അതുപോലെ തന്നെ ഈ റോഡിന്റെ കൺവീനറായിട്ടുള്ള ശോഭൻ. എന്റെ പേരില്ലേ? ഞാൻ ഇനി പെട്ടോന്നല്ല. എന്റെ പേരില്ല. മിണ്ടാണ്ട് നിൽക്ക്. നിങ്ങൾ മാത്രം പറഞ്ഞോട്ടെ. നിങ്ങൾ മാത്രം ചോദിച്ച് വലിയ മുന്തിയ ആൾക്കാരും നിങ്ങളെ പേരുണ്ടാവും. ഓർ വിളിക്കൂ. നിങ്ങൾ മിണ്ടാണ്ട് ഓർ പറയട്ടെ. അങ്ങോട്ട് പോയി. എത്തിപ്പോയോളൂ ബക്കീലായിട്ട്. റോഡിന്റെ പരിതാപകരമായ അവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അതാരാ പുതിയ ആൾക്കാരല്ലോ? അധകൃതരോ? അത് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാകുമ്പോ. ഈ റോഡിന്റെ നിർമ്മാണ ഫണ്ടിന് വേണ്ടി ഞങ്ങൾ പലരെയും സമീപിച്ചു. അങ്ങനെ കണ്ടിയിൽ രാജനെ സമീപിച്ചു. അപ്പോൾ രാജൻ പറഞ്ഞു, എന്റെ കയ്യിൽ കാശില്ല. രാജന്റെ അച്ഛൻ അങ്ങനെ പറയലാണേ. എല്ലാ അച്ഛനെ പറയാറ് മോശാലി. സംസാരിക്കൂ. അല്ല, അത് മോശമല്ലേ? നമുക്ക് പൈസ ഒക്കെ പോയിട്ട് നമ്മള്. രാജന്റെ അച്ഛൻ ഉടനെ അകത്ത് കയറി ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ തന്നു. എന്നാ 10,000 രൂപ മതിയോന്ന് ഞാനോട് ചോദിക്കുന്നു. അയ്യോ, എല്ലാം പോരെങ്കിലും ആർന്നെല്ലാം വാങ്ങണ്ടേ? എത്ര ഒരു കണക്കൂട്ടിൽ വേണ്ട? എന്നിട്ട് വാങ്ങി ആർന്നെല്ലാം വാങ്ങണം. കുറച്ചും കൂടി മിണ്ടാടുക്ക്. ഓർ പറയട്ടെ. അയ്യോ, ഞാൻ നോക്കോളെ. എന്റെ അടുത്ത് ഒരു ഉറുപ്പില്ല കേട്ടോ. എനിക്ക് 12,000 പൈസ. ഞാനല്ല 12,000 തരാം. എന്തെന്നാ മതിയാക്ക്. ഞാൻ അന്നേ വരൂ. നിങ്ങൾ മാറി നിന്ന് സംസാരിക്കേ. ഒരു സംസാരിച്ചോട്ടെ. ഫോണൊക്കെ നീട്ട് പറയണ്ടേ? ഫോണിൽ വന്നാൽ ഫോണിലൊക്കെ പറയണ്ടേ? അതിനിടയിൽ ഞാനും ബഹുമാനപ്പെട്ട മെമ്പർ സുഷമയും കൂടി ഒത്തു പ്രവർത്തിച്ചതിന്റെ വെളിച്ചത്തിൽ അത് തന്നെ. അതാ ഞാൻ പറഞ്ഞേ. അത് ഇവിടെ എല്ലാം പാട്ടാ. നിങ്ങള് പിന്നെ മെമ്പറും കൂടി ഒത്തുകളി ഇവിടെ എല്ലാം പാട്ടായിട്ടുണ്ട്. എന്ത് പാട്ട്? നിങ്ങളെ ഒത്തുകളി. എന്തൊത്തുകളി? ഞാൻ പറയുന്നല്ല, തൊഴിലുറപ്പാറ് പറയുന്നതാ. നാട്ടുപാട്ടാ. തൊഴിലുറപ്പാറ്. അയ്യോ, നാട്ടുപാട്ടാ. നിങ്ങളൊന്ന് മാറി നിൽക്കോ സ്റ്റേജിൽ വന്ന്? സംസാരിച്ചോട്ടെ. ഇപ്പൊ ഏടെ മാറി ഇഞ്ഞാരാടി ഇതെല്ലാം പറയേ? ഇഞ്ഞാരാടി
നിങ്ങൾ എന്നാ എടി പൊടി എന്ന് വിളിക്കുന്നേ? ഇഞ്ഞാരാടി എടീന്ന് വിളിച്ചേ? ഇപ്പൊ നിങ്ങൾ വിളിച്ചത് ആര്? ഇത്രയാളെ മുമ്പിൽ വെച്ച് ഇഞ്ഞാരാടി എടീന്ന് വിളിച്ചേ? നിങ്ങളല്ലേ വിളിച്ചെന്നാ എടി പൊടി ഇത്രയാളെ മുമ്പിൽ വിളിച്ച്? ഇല്ലേ, വിളിച്ചിട്ടില്ലേ? ഓളെ തമ്പുരാട്ടി വിളിക്കണ്ട. ഓ, ഇത് ആര് സ്റ്റേജിലേക്ക് വലിച്ചു കയറ്റിയത്? പഞ്ചായത്ത് കിട്ടിയ ഫണ്ടും തികയാതെ വന്നപ്പോ ഞങ്ങൾ തട്ടാത്ത് വിജയനെ കണ്ട് കാര്യം ധരിപ്പിച്ചു. അവൻ പറഞ്ഞത് നിങ്ങൾ റോഡോ എയർപോർട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോ. എയർപോർട്ടോ? നോക്ക് ജബ്ബാറെ, നമ്മളെ മാണിക്കോത്ത കണ്ടത്തിലുണ്ട് പിന്നെ എയർപോർട്ട് വരുന്നേ. ഇനി ഇനി കോഴിക്കോടൊന്നും പോണ്ട. എന്തെല്ലാം ഇവർ പറയുന്നു? പിന്നെ ഞാൻ ഇവരെല്ലാം പറഞ്ഞപ്പോ എയർപോർട്ട് വരുന്ന ഞാൻ എനിക്ക് ചെവിയില്ല പൊട്ടിപ്പോയിനോ? എന്തൊരു കഷ്ടായത്. ഓർ പറയട്ടെ എന്തെന്നാണെന്നുള്ളത് ഓർ പറയട്ടെ. ഇവരല്ലേ ഇപ്പം പറഞ്ഞ് പിന്നെ എയർപോർട്ട് വരുന്നുണ്ടെന്ന്? അങ്ങനെയാ പറഞ്ഞതല്ല. നമ്മുടെ റോഡിന്റെ കാര്യമല്ലേ ഈ സംസാരം? അതെ അതെ. ഇവർക്ക് എന്തിന് അങ്ങനെ വിജയൻ അവന്റെ അമ്മയുടെ അയ്യോ അങ്ങനെ പറയാ അയ്യോ മോശം അത്. ഒന്ന് വിട്, ഒന്ന് വിട്. വിട്. അമ്മയുടെ സ്റ്റേജിന്ന് പുറത്തേക്ക്. അമ്മേന്റെ ഇതാ പറയുന്നത്. അമ്മേന്റെ എന്നല്ല, അത് കാര്യം പറഞ്ഞു തരൂ. നിങ്ങളൊന്ന് പുറത്തേക്ക്. ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും. അല്ല അങ്ങനെയൊന്നും പറയാറ് മോശമില്ല അത്. ഒന്ന് കേൾക്കാനുള്ള സന്മനസ്സിലാണ്. അങ്ങനെ വിജയന്റെ അമ്മയുടെ താലി മാറി എടുത്തവർക്ക് പറഞ്ഞു പോകും, നിങ്ങൾ റോഡിന്റെ ആവശ്യത്തിന് എടുത്തോളൂ. ഓ ഇതേനു ഞാനിങ്ങനെ കാത്തു നിന്ന് അമ്മേന്റെ എന്ന് പറഞ്ഞിട്ട് വേറെന്തോ പറയാനാന്നാ ഞാൻ വിചാരിച്ചേ. കൊതിപ്പിച്ച് കളഞ്ഞല്ല മണ. നിങ്ങൾ